നമഃശിവായ. പ്രപഞ്ചത്തിലെ ചൈതന്യവും പ്രകൃതിയുടെ താളലയങ്ങളും ഒന്നിക്കുന്ന പുണ്യദിനമായ മഹാശിവരാത്രി നാളിൽ ശിവ പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കുന്നത് വളരെ പുണ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഘരാംഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. നാഗേന്ദ്രനെ ഹാരമായി സ്വീകരിച്ചവനും ത്രിലോചനനും തിരുവുടലിൽ ഭസ്മപുണ്ഡ്രമണിഞ്ഞവനും മഹേശ്വരനും നിത്യനും ശുദ്ധനും ദിഗംബരനും നകാരരൂപിയുമായ പരമശിവന് നമസ്കാരം. മന്ദാകിനി സലില ചന്ദനചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃശിവായ. ഗംഗാജലം ശിരസിൽ ധരിച്ചവനും ചന്ദനം ലേപം ചെയ്തവനും നന്ദീശ്വരനാഥനും പ്രമദാധിപതിയും മഹേശ്വരനും മന്ദാരം തുടങ്ങിയ സുഗന്ധപുഷ്പങ്ങളാൽ പൂജിതനും മകാരരൂപിയുമായ പരമേശ്വരന് നമസ്കാരം. ശിവായ ഗൗരി വദനാംച വൃന്ദ സൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃശിവായ. മംഗളസ്വരൂപനും ഗൗരിയുടെ മുഖാരവിന്ദത്തെ താമരപ്പൂ പോലെ ശോഭയാക്കുന്ന സൂര്യനും ദക്ഷന്റെ യാഗത്തെ ധ്വംസിച്ചവനും നീലകണ്ഠനും വൃഷഭം ധ്വജമായിട്ടുള്ളവനും ശികാരരൂപനുമായ ശംഭുവിന് നമസ്കാരം. വസിഷ്ഠകുംഭോദ്ഭവഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വ നരലോചനായ തസ്മൈ വകാരായ നമഃശിവായ. വസിഷ്ഠൻ, അഗസ്ത്യൻ, ഗൗതമൻ തുടങ്ങിയ മുനിപുങ്കവന്മാരാലും ദേവഗണങ്ങളാലും ആരാധിക്കപ്പെടുന്നവനും ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവ മൂന്ന് നേത്രങ്ങളായിട്ടുള്ളവനും വകാരരൂപനുമായ സദാശിവന് നമസ്കാരം. യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മയ്യകാരായ നമഃശിവായ. യക്ഷസ്വരൂപനും ജടാധാരിയും പിനാകമെന്ന വില്ല് കയ്യിലേന്തിയവനും സനാതനനും ദിവ്യനും ദേവാദിദേവനും ദിഗംബരനും ദിക്കുകളെ ആടയായി ധരിച്ചവൻ യകാരരൂപനുമായ ചന്ദ്രശേഖരന് നമസ്കാരം. ഫലശ്രുതി. പഞ്ചാക്ഷരമിതം പുണ്യം എപ്പടെ ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹമോദതേ. ശിവസന്നിധിയിൽ ശിവനെ ധ്യാനിച്ച് പുണ്യപ്രദമായ ഈ പഞ്ചാക്ഷരി സ്തോത്രം നിത്യവും ഭക്തിയോടെ ചൊല്ലുന്നവരുടെ പാപങ്ങളെല്ലാം നശിക്കുകയും ശിവലോകത്തെ പ്രാപിക്കുകയും നിത്യമായ പരമാനന്ദം അനുഭവിക്കുകയും ചെയ്യും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.